വിശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആണ് ഇന്ന്. ഈശോയും ശിഷ്യന്മാരും ഉയർന്ന മലയിലേക്ക് കടന്നു പോകുന്നു. അവിടുത്തെ ശ്രേഷ്ഠ ശിഷ്യരായ യാക്കോബ്, യോഹന്നാൻ, പത്രോസ് എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് മലയുടെ മുകളിലേക്ക് ഈശോ കടന്നു പോവുകയാണ്. അവിടെ വെച്ച് അവിടുന്ന് രൂപാന്തരപ്പെടുന്നു. അവിടുത്തെ വസ്ത്രം തൂമഞ്ഞു പോലെ വെണ്മയുള്ളതായി മാറുന്നു. മോശയും ഏലിയായും ഈശോയോട് സംസാരിക്കുന്നു. ഈ മൂവർ സംഘത്തിൻ്റെ സംസാരം കണ്ടും കേട്ടും ഭയവിഹുലരായിരിക്കുന്ന ശിഷ്യന്മാർ വലിയ സന്തോഷാധിക്യത്താൽ ആ ദൈവിക മേഖലയുടെ അനുഗ്രഹാശസ്സുകൾ ഏറ്റുവാങ്ങി ഒരു ഭ്രംശം ബാധിച്ചവനെ പോലെ പത്രോസ് ഉറക്കെ വിളിച്ചു പറയുന്നു, കർത്താവേ, നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ പണിയാം, ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് മോശയ്ക്ക്. എന്താണ് പറഞ്ഞതെന്നോ അതിൻ്റെ പൊരുൾ എന്താണെന്നോ അതിൻ്റെ പരപ്പും ആഴവും എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാതെ പത്രോസ് വിളിച്ചു പറയുകയാണ്. 3 കൂടാരം പണിയണമെങ്കിൽ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ ഉണ്ടാകണം. അവർ 6 പേരുണ്ട്, 3 കൂടാരം പണിതാ പോരാ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പത്രോസ് ഒരു വിഡ്ഢിയെ പോലെ ഉറക്കെ വിളിച്ചു പറയുക, ഞങ്ങൾ 3 കൂടാരങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഒരു ഗുരുഭക്തിയുടെ, ദൈവസ്നേഹത്തിൻ്റെ, ഗുരുസ്നേഹത്തിൻ്റെ ഏറ്റവും സുനിശ്ചിതമായ സുഖകരമായ ഒരു പങ്കുവയ്ക്കലാണ് പത്രോസ് നടത്തുന്നത്. ഞങ്ങൾ 3 കൂടാരങ്ങൾ പണിയുമ്പോൾ ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയായ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നൊന്ന് നിൻ്റേതാണ്. നിൻ്റെ കൂടെ ആയിരിക്കാനാണല്ലോ നീ ഞങ്ങളെ വിളിച്ചത്. നിൻ്റെ കൂടാരത്തിനുള്ളിൽ എവിടെങ്കിലും മൂലയ്ക്ക് ഞങ്ങൾ പതുങ്ങിക്കോളാം. അവിടെ കിടക്കുന്നതാണ് ഞങ്ങളുടെ സുഖം. കാരണം നീ ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണല്ലോ. പത്രോസ് തന്നെ മറന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ. കർത്താവ് മോശയോടും ഏലിയായോടും സംസാരിക്കുന്നു. ഈ സംസാരത്തിൻ്റെ ഇടവേളയിൽ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്യുന്നു. മേഘത്തിനുള്ളിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവൻ എന്ന പിതാവായ ദൈവത്തിൻ്റെ അശരീരി ശബ്ദം കേൾക്കുന്നു. ഒരു കൊടുങ്കാറ്റ് പോലെ എല്ലാം മാറിക്കഴിഞ്ഞ് ഭയന്ന നിലത്ത് കമിഴ്ന്നു വീണ ശിഷ്യന്മാരെ യേശു വന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ എല്ലാം ശാന്തമായി. യേശു പറഞ്ഞു, വരൂ, നമുക്ക് പോകാം. ഒരുമിച്ച് മലയിറങ്ങി അവർ വരുന്നു. ലൂക്കാസ് സുവിശേഷത്തിലൊക്കെ ഈ വിവരണം കൊടുക്കുമ്പോൾ കൃത്യമായി ഈശോ കൊടുക്കുന്നൊരു സൂചനയുണ്ട്, നിങ്ങളിതേപ്പറ്റി ആരോടും പറയരുത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സൂചനകളൊന്നുമില്ലാതെ ഈ സംഭവം അങ്ങ് വിവരിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം, അനാദിയിലെ ദൈവം പദ്ധതി ചെയ്ത പുത്രൻ്റെ മനുഷ്യാവതാരവും അവിടുത്തെ രക്ഷാകരമായ അനുഗ്രഹ ശുശ്രൂഷകളും ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുകയാണ്. പരസ്യജീവിതത്തിൻ്റെ ഏതാണ്ട് അവസാന വിനാഴികയിലാണ് ഈ രൂപാന്തര ദർശനമുണ്ടാകുന്നത്. ക്രിസ്തുവിൻ്റെ മഹത്വീകരണം എന്നൊക്കെ പറയാവുന്ന ഒരു നിമിഷം. ഏറെ സ്നേഹത്തോടെ ദൈവത്തെ, കർത്താവിനെ, യേശുവിനെ രക്ഷകനും നാഥനുമായി, എൻ്റെ സ്വർഗീയ പിതാവായ എൻ്റെ ദൈവമായി ഏറ്റുപറയാനുള്ള നല്ല മനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഒപ്പം പത്രോസിനെ പോലെ, കർത്താവെ, നിൻ്റെ കൂടെ ഇരിക്കുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ, നിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നിൻ്റെ കൂടാരത്തിനുള്ളിൽ എവിടെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടാനുള്ള ഭാഗ്യം കിട്ടിയാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന തിരിച്ചറിവോടെ പത്രോസിനെ പോലെ ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കട്ടെ. യേശു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും